അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ വസ്സായിരിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജവാഹിറുൽ ഉലൂം അറബിക് കോളേജ്, അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ പഠനം എന്ന ഹെഡിങ്ങിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പഠനത്തിൻ്റെ 26ാമത്തെ ക്ലാസ്സാണ്. ശനിയാഴ്ച ഇന്ന് അസ്തമിച്ച് ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന 27ാമത്തെ രാവാണ്. സത്യവിശ്വാസികൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥന രാവും പകലുമായിട്ട് നിസ്കാരത്തിന് ശേഷവും അല്ലാതെയുമായി വർദ്ധിപ്പിക്കുന്ന സന്ദർഭമാണ്. നരകമോചനത്തിനെ തൊട്ട് നാം കാവലിനെ തേടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നരകത്തിനെ പരിചയപ്പെടുത്തുന്നു. ഏതെല്ലാം രൂപത്തിലാണ് നരകത്തിനെ പറ്റി വിശദീകരിക്കുന്ന ആവർത്തനം. ഓരോ ആവർത്തനത്തിനും പ്രത്യേകം പോയിന്റുകളുണ്ട്. ഖുർആൻ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുലഖത്തിന്നാറു റഹ്മത്തൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ പടച്ചത് മനുഷ്യർക്ക് അത് കാരുണ്യമായിട്ടാണ്. കാരണം യുഖവ്വിഫു ബിഹാ ഇബാദഹു ലിയൻതഹു. നരകത്തിനെ പടച്ചുകൊണ്ടിട്ട് നരകമുണ്ട് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വഴി മനുഷ്യരെ അവർ ചെയ്യുന്ന തെറ്റിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി. ഫിൽ ഖുർആനി ആയാത്തുൻ ഫീ ദിക്രി സിഫത്തിഹ. ഖുർആനിൻ്റെ 25ഓളം സവിശേഷത ഖുർആനിൽ അല്ലാഹു തആല 25ഓളം വിശേഷണങ്ങൾ, സിഫത്ത് നമുക്ക് പറയാം. 25ഓളം രൂപങ്ങൾ നരകത്തിനെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ജഹന്നമ്, നരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ഖുർആനിൽ പറയുന്നു. ഖുർആൻ്റെ തട്ടുകൾ എത്ര, അതിൻ്റെ സ്വഭാവം എന്താണെന്ന് പറയുന്നു. അതെ, നരകത്തിൻ്റെ ആഴം എത്ര എന്നതിനെ പറ്റി പറയുന്നു. നരകത്തിൻ്റെ വാതിലുകളെ സംബന്ധിച്ച് പറയുന്നു. നരകത്തിൻ്റെ ഇരുളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ ഇരുട്ടിൻ്റെ കാഠിന്യതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നരകത്തിൻ്റെ ചൂടിൻ്റെയും തണുപ്പിൻ്റെയും ശിദ്ദത്ത് കാഠിന്യതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നരകത്തിൻ്റെ ആളിക്കത്തലിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നരകത്തിൻ്റെ അട്ടഹാസത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നരകത്തിൻ്റെ പുകയെ സംബന്ധിച്ച് പറയുന്നു. അതിൻ്റെ തീപ്പൊരികളെ സംബന്ധിച്ച് പറയുന്നു. അതിൻ്റെ ആളലുകളെ സംബന്ധിച്ച് പറയുന്നു. നരകത്തിൻ്റെ താഴ്വരകളെ സംബന്ധിച്ച് പറയുന്നു. നരകത്തിൻ്റെ മലകളെ സംബന്ധിച്ചും നരകത്തിൽ സ്ഥിതി ചെയ്യുന്ന കിണറുകളെ സംബന്ധിച്ചും നരകത്തിൽ സ്ഥിതി ചെയ്യുന്ന നദികളെ സംബന്ധിച്ചും ആറുകളെ സംബന്ധിച്ചും പറയുന്നു. നരകത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ചങ്ങലകളെ സംബന്ധിച്ചും ആമങ്ങളെ സംബന്ധിച്ചും, അതായത് ചെറിയ ചങ്ങലയെ സംബന്ധിച്ചും വലിയ ചങ്ങലയെ സംബന്ധിച്ചും വിശദീകരിക്കുന്നു. നരകത്തിലുള്ളതായ കത്തിക്കപ്പെടുന്ന കല്ലുകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു. നരകത്തിലുള്ള പാമ്പുകളെയും തേളുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നു. നരകാവകാശികളുടെ ഭക്ഷണത്തിനെ സംബന്ധിച്ചും അവരുടെ പാനീയങ്ങളെ സംബന്ധിച്ചും പരിചയപ്പെടുത്തുന്നു. നരകാവകാശികളുടെ വസ്ത്രങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നു. നരകാവകാശികളുടെ ശരീരത്തിൻ്റെ വലിപ്പത്തിനെ സംബന്ധിച്ചും അവരുടെ രൂപങ്ങളെ സംബന്ധിച്ചും ആ രൂപങ്ങളിൽ ഭയപ്പെടുത്തുന്ന രൂപങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നു. നരകാവകാശികളുടെ വ്യത്യസ്തമായ ശിക്ഷയുടെ രൂപങ്ങളെ സംബന്ധിച്ച് നരകാവകാശികൾ അവരുടെ ശിക്ഷകൾ പ്രവർത്തനത്തിൻ്റെ കണക്കനുസരിച്ചുള്ള ഏറ്റവ്യത്യാസത്തിനെ പറ്റി ഖുർആൻ പഠിപ്പിക്കുന്നു. നരകാവകാശികളുടെ കരച്ചിലുകളെ സംബന്ധിച്ച് പറയപ്പെടുന്നു. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ പറ്റി, നരകമുണ്ടെന്ന് മാത്രമല്ല പറഞ്ഞത്, ഖുർആനിൽ
വീണ്ടും വനിത അഹ്ലന്നാരി അഹ്ലൽ ജന്ന വഅഹ്ലൽ ജന്നത്തി അഹ്ലന്നാർ. നരകാവകാശികൾ സ്വർഗാവകാശികളെ വിളിക്കുന്നതും സ്വർഗാവകാശികൾ നരകാവകാശികളെ വിളിക്കുന്നതും പരസ്പരം അവരുടെ സംഭാഷണത്തിനെ പറ്റി വിവരിക്കുന്നുണ്ട്. നരകത്തിനെ കാക്കുന്ന മലക്കുകളുടെ സ്വഭാവത്തിനെ സംബന്ധിച്ചും നരകത്തിനെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ നരകത്തിൻ്റെ മുകളിൽ സിറാത്ത് പാലം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചും വമുറൂരി മുവഹിദീന അലൈഹി, സത്യവിശ്വാസികൾ നരകത്തിൻ്റെ മുകളിൽ നീട്ടപ്പെട്ടതായ സിറാത്ത് പാലത്തിൽ കൂടിയുള്ള സഞ്ചാരത്തിനെ പറ്റിയിട്ടും വിശദീകരിക്കുന്നു. വദക്കറ ഹാലൽ മുവഹിദീന ഫിന്നാരി വഖുറൂജിഹിം മിൻഹാ ബിറഹ്മത്തി അർഹമർ റഹീമീൻ വശഫാഅത്തി ശാഫിഈൻ. തീർന്നിട്ടില്ല. നരകാവകാശികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നതിനെ സംബന്ധിച്ച് ശുപാർശ കാരണമായിട്ട് നരകാവകാശികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ നാം എണ്ണി നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ നരകത്തിനെ സംബന്ധിച്ചുള്ളതായ വിവരണത്തിനെ സംബന്ധിച്ചുള്ള ഓരോ ആയത്തുകളിലും ഓരോ രൂപത്തിനെ സംബന്ധിച്ച് 25ലധികം വിശേഷണങ്ങൾ, സിഫത്തുകൾ നരകത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. എന്തിനു വേണ്ടി? നരകത്തിനെ പറ്റി ആവർത്തനം പരിശുദ്ധ ഖുർആൻ നരകത്തിനെ സംബന്ധിച്ച് ധാരാളം സ്ഥലത്ത് ആവർത്തിക്കുന്നു. ഓരോ ആവർത്തനത്തിലും വ്യത്യസ്തമായ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 25ലധികം ശൈലികളിലായിട്ട് നരകത്തിനെ പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 27ാമത്തെ രാത്രിയിൽ ആത്മാർത്ഥമായിട്ട് അല്ലാഹുമ്മ അഅ്തഖ്നി മിനന്നാർ, നരകത്തിനെ തൊട്ട് നീ എന്നെ മോചിപ്പിക്കണേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വെറും നാവ് കൊണ്ട് മാത്രമാകാൻ പാടില്ല, ഹൃദയത്തിൽ തട്ടിയിട്ടാകണം. ഇനി നമുക്ക് ഈ പറയപ്പെട്ട ഹെഡിങ്ങുകളിൽ നിന്നും ചിലതിലേക്കുള്ള വിശദീകരണത്തിലേക്ക് കടക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബാക്കൽപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ജന്നത്തു ഫിസ് സമാഇ സാബിഅത്തിൽ ഉൽയാ വന്നാറു ഫിൽ അർളി സാബിഅത്തി സുഫ്ലാ. സ്വർഗമാകുന്നത് 7 ആകാശത്തിൻ്റെയും മുകളിലാണ്, നരകമാകുന്നത് 7 ഭൂമിയുടെയും താഴെയാണ്. അവൻ നരകവും സ്വർഗവും അതിൻ്റെ പ്ലേസ്, അതിൻ്റെ സ്ഥലം ഏതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. എന്നിട്ട് സ്വർഗം 7 ആകാശത്തിൻ്റെയും മുകളിലാണ്, നരകം 7 ഭൂമിയുടെയും താഴെയാണ് എന്നതിന് തെളിവായിട്ട് സുമ്മ ഖറഅ കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ. അറിയണേ, സത്യവാന്മാരുടെ ഗുണം ചെയ്യുന്നവരുടെ ഗ്രന്ഥമാകുന്നത് ലഫീ ഇല്ലിയീൻ എന്ന സ്ഥലത്താണ്. അതായത് ആകാശത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്. വഇന്ന കിതാബൽ ഫുജ്ജാർ, അക്രമികളുടെ ഗ്രന്ഥമാകുന്നത് ലഫീ സിജ്ജീൻ, ഭൂമിയുടെ 7 തട്ടിൻ്റെയും അടിയിലാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഇന്നൽ ജന്നത ഫിസ് സമാഇ, സ്വർഗം ആകാശത്തിലാണ്. വഇന്നന്നാറ ഫിൽ അർദി, നരകം ഭൂമിയിലാണ് എന്നതിന് തെളിവായിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും റിപ്പോർട്ട് ചെയ്യുന്ന അവരതിന് തെളിവായിട്ട് പറയുന്നത് എന്താണ്? അപ്പം നമ്മളിവിടെ വിശദീകരിക്കുന്നത് സ്വർഗവും നരകവും സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്താണ്, എവിടെയാണ് എന്നതിനെപ്പറ്റി ഖുർആൻ്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾ മുഫസ്സിരീങ്ങളുടെ വിശദീകരണമാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, തെളിവ് പറയുന്നു, സൂറത്തു ദാരിയാത്തി വഫിസ് സമാഇ, ആകാശത്തിലുണ്ട്, റിസ്ഖുക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണം മുകളിൽ നിന്ന് വരുന്നതാണ്, വമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗവും മുകളിലാണ്, ആകാശത്തിലാണുള്ളത്. ഖാല, എന്നിട്ട് തെളിവായിട്ട് പറയുന്ന അൽ ജന്നത്തു ഫിസ് സമാ. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സ്വർഗം ആകാശത്തിലാണ്. എന്നിട്ട് തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂഹിനെ പിടിക്കുന്നതായ വിഷയം വിശദീകരിക്കുന്ന ഹദീസിൽ
ഖാലാ നബിതങ്ങൾ പറഞ്ഞു ഫി അർവാഹിൽ കുഫാർ, അവിശ്വാസികളുടെ അക്രമികളുടെ റൂഹുകളെ പിടിക്കുന്ന വിഷയം പറഞ്ഞ സ്ഥലത്ത് അക്രമികളുടെ കാഫിരീങ്ങളുടെ അവിശ്വാസികളുടെ റൂഹ് പിടിച്ച മലക്ക് ഹത്താ യൻദഹു ബിഹാ ഇലാ സമാഇദ് ദുനിയ, ആ റൂഹുമായിട്ട് ഒന്നാം ആകാശത്തിലേക്ക് സമീപിക്കുകയും ഫയസ്തഫ്തഹൂന, ആകാശം തുറക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഫലാ യുഫത്തഹു ലഹു, ആകാശം അവർക്ക് തുറന്നു കൊടുക്കുന്നില്ല. ثم قرأ صلى الله عليه وسلم, പിന്നെ നബി തങ്ങൾ പറഞ്ഞത് ഓതി, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അക്രമികൾക്ക് അവിശ്വാസികൾക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുന്നില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, കണ്ട അത്ഫ ചെയ്യുന്നു, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നുമില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും അല്ല. ഹത്താ യൽജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, സൂറത്തുൽ ആറാഫ് 40-ാമത്തെ ആയത്ത്. ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് സ്വർഗം ആകാശത്തിലാണെന്ന് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം വിശദീകരിക്കുന്നു. സുമ്മ യഖൂലു, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഉക്തുബു, ഈ ഹദീസിന്റെ ബാക്കി, ഉക്തുബു കിതാബഹു, അവിശ്വാസിയായ മനുഷ്യന്റെ കിതാബിനെ നിങ്ങൾ കണക്കാക്കുക, ഫീ സിജ്ജീൻ ഫിൽ അർളിസ് സുഫ്ല, ഭൂമിയുടെ 7 തട്ടിൻ്റെയും താഴെ സ്ഥിതി ചെയ്യുന്ന സിജ്ജീൻ എന്ന സ്ഥലത്ത് നിങ്ങൾ കണക്കാക്കുക. അങ്ങനെ ഇമാം അഹ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആ റൂഹിനെ എന്താക്കുന്നുണ്ട്, ഭൂമിയുടെ 7 തട്ടുകളുടെയും താഴ്ഭാഗത്തായിട്ട് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നരകം ഭൂമിയുടെ താഴ്ഭാഗത്തിലാണ്, സ്വർഗം ആകാശത്തിൻ്റെ മുകളിലാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് അവൻ നരകത്തിൻ്റെ മക്കാൻ എവിടെയാണെന്ന് വിശദീകരിക്കുന്നു. വത്തബഖാത്തുഹ, എന്നതുപോലെ തന്നെ നരകത്തിൻ്റെ തട്ടുകൾ എങ്ങനെയാണ്, നരകത്തിനെ ഭയപ്പെടുന്ന നരകമുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ നിർത്തിയിട്ടില്ല. ആ നരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ, ആ നരകത്തിന്റെ തട്ടുകൾ എത്രയാണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അതേ മുനാഫിഖീങ്ങൾ നരകത്തിൽ നിന്നുള്ള ഏറ്റവും താഴെ തട്ടിലാണ്. സൂറത്തുൻ നിസാ 145-ാമത്തെ ആയത്ത്. ഈ ആയത്ത് എന്താണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്? അതേ നരകത്തിൽ എന്തുണ്ട്, തട്ടുകളുണ്ട് എന്നതിന് വിശദീകരിക്കുന്നു. കാരണം മുനാഫിഖീങ്ങൾ ഏറ്റവും താഴെ തട്ടിലാണ്. സൂറത്തുൽ അൻആമിൽ പറയുന്നു, വലികുല്ലൻ, ഓരോ വിഭാഗക്കാർക്കുമുണ്ട്, ദറജാത്തുൻ, ഓരോ തട്ടുകൾ, മിമ്മാ അമിലു, അവർ ചെയ്തതായ പ്രവർത്തനങ്ങളുടെ കണക്കനുസരിച്ച്. സൂറത്തുൽ ഹിജ്റിൽ വിശദീകരിക്കുന്നു, ലഹാ സബ്അത്തു അബ്വാബിൻ, നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ, ഓരോ കവാടത്തിനുമുണ്ട്. മിൻഹും, മനുഷ്യരിൽ നിന്നും, ജുസ്ഉൻ മഖ്സൂം, നിശ്ചയിക്കപ്പെട്ടതായ ഭാഗങ്ങളുണ്ട്. ഐലഹാ സബ്അത്തു അത്ബാഖിൻ. വഫിൽ ഹദീസ് ലിന്നാരി, നരകത്തിനുണ്ട് സബ്അത്തു അബ്വാബിൻ, നരകത്തിന് 7 തട്ടുകളുണ്ട്, നരകത്തിന് 7 വാതിലുകളുണ്ട്. വഹിയ സബ്അത്തു അദ്റാക്കൻ, 7 തട്ടുകൾ, ബഅദുഹാ അലാ ബഅദിൻ, അതെ ചിലത് ചിലതിൻ്റെ മേൽപോട്ടും താഴോട്ടുമാകുന്നു. ഫഅലാഹ, നരകത്തിൻ്റെ ഏറ്റവും മുകളിലെ തട്ടാകുന്നത് അഹ്ലു തൗഹീദ്. നരകത്തിന് 7 തട്ടുകളുണ്ട്. നമ്മുടെ വിഷയം നരകത്തിന് തട്ടുകളുണ്ട്. ആ തട്ടുകൾ 7 ഏറ്റവും മുകളിലെ തട്ടിൽ വിശ്വാസികളിൽ നിന്നുള്ളതായ പാപികൾ താമസിക്കുന്നു. യുഅദ്ദബൂന അലാ ഖദ്രി അഅ്മാലിഹിം സുമ്മ യുഖ്റജൂന മിൻഹാ, അവർ ചെയ്തതായ പാപത്തിൻ്റെ കണക്കനുസരിച്ച് നരകത്തിൻ്റെ 7 തട്ടിൽ നിന്നുള്ള ഏറ്റവും മുകളിലെ തട്ടിൽ വിശ്വാസികളെ ശിക്ഷിക്കപ്പെടുന്നു. അവർ ചെയ്തതായ പാപത്തിൻ്റെ കണക്ക് കഴിഞ്ഞതിന് ശേഷം അവരെ അവിടെ നിന്നും പുറപ്പെടുവിക്കപ്പെടുന്നു. 2-ാമത്തെ തട്ടിൽ ജൂതന്മാരാണ്, 3-ാമത്തെ തട്ടിൽ ക്രിസ്ത്യാനികളാണ്, 4-ാമത്തെ തട്ടിൽ ജൂത ക്രിസ്ത്യാനികളിൽ നിന്നും മതം മാറിയവർ, 5-ാമത്തതിൽ അഗ്നി ആരാധകർ, 6-ാമത്തതിൽ വിഗ്രഹാരാധകർ, 7-ാമത്തതിലാണ് അൽ മുനാഫിഖൂൻ. അങ്ങനെ പരിശുദ്ധ ഖുർആൻ നരകമുണ്ടെന്ന് മാത്രമല്ല പറയുന്നു. ഞാൻ വളരെ ചുരുക്കി, പണ്ഡിതന്മാർ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്, ഖാരിഈങ്ങളുണ്ട്, ഹാഫിളീങ്ങളുണ്ട്. അവർ ഈ വിഷയം മനസ്സിലാക്കാനും പഠിക്കാനും കൂടുതൽ ഈ വിഷയം ഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ദഅവത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചനകൾ മാത്രമാണ്.
ഈ ക്ലാസ് പണ്ഡിതന്മാരും സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ അത് വളരെ നിസ്സാരമായതല്ല. ഖുർആൻ്റെ വിശദീകരണങ്ങളും ഖുർആൻ പഠിക്കാൻ നാം സ്വീകരിക്കേണ്ടതായ മാതൃകയും എന്നതിലേക്കുള്ളതായ വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുള്ള ചെറിയ ചെറിയ സൂചനകളാണെന്ന് നാം മനസ്സിലാക്കുക. അവൻ ഖുർആനിൽ അല്ലാഹു തആല നരകത്തിനെ പറ്റി ഭയപ്പെടുത്തുന്നു. നരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതിലേക്ക് സൂചനയുണ്ട്. നരകത്തിൻ്റെ തട്ടുകൾ എത്രയാണ് എന്നതിലേക്ക് സൂചനയുണ്ട്. വഫീ ദിക്രി ഖഅരിഹ, നരകത്തിൻ്റെ ആഴത്തിലെ പറ്റിയും സൂചനയുണ്ട്. അബീ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, വമാ ഖയ്യൻ വമാ ആസാമുൻ, ഖുർആനിൽ പറഞ്ഞതായ വയ്യ ആസാമ് എന്നാൽ എന്താണ് എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. സൂറത്ത് മറിയമിൽ പറയുന്നതായ വയ്യ എന്ന പദത്തിൻ്റെയും സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നതായ അസാം എന്ന പദത്തിൻ്റെയും അർത്ഥം എന്താണ് എന്ന് ഞാൻ ചോദിക്കുന്നു. ഈ അവസരത്തിൽ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിഅറാനി, അത് 2 കിണറുകളാണ്. യസീലു ഫീഹിമാ, ഈ ആസാമ് വയ്യ എന്ന് പറയുന്ന 2 കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നതാണ്. സ്വദീദു അഹ്ലിന്നാർ, നരകാവകാശികളുടെ ചീഞ്ചലം. വഹുമ, ആ 2 കിണറുകളാണ് അല്ലദാനി ദക്കറഹുമാ ഫീ കിതാബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമാകുന്ന ഖുർആനിൽ പറഞ്ഞ സൂറത്തു മറിയം 59-ാമത്തെ ആയത്തിൽ പറയുന്ന ഫസൗഫ യൽഖൗന വയ്യാ, ഫസൗഫ പിന്നീട് യൽഖൗന അവർ അഭിമുഖീകരിക്കുന്നതാണ്, കണ്ടെത്തുന്നതാണ്. വയ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിൻ്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നതായ കിണറാണ്. എന്നതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിൽ യൽഖാസാമ എന്ന് പറയുന്ന അസാമ എന്നതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിണറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു തന്നതായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൻ്റെ ആഴിയെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇന്നർ റജുല, ഒരു മനുഷ്യൻ ലയതകല്ലമു ബിൽ കലിമ, ചില കാര്യങ്ങൾ കൊണ്ട് സംസാരിക്കുന്നതാണ്. ലാ യറാ ബിഹാ ബഅസൻ, അത് കുഴപ്പമില്ലാത്ത സംസാരമാണെന്ന് കരുതിക്കൊണ്ട്, ഇന്നർ റജുല, തീർച്ചയായിട്ടും മനുഷ്യർ, ലയതകല്ലമു, അവൻ സംസാരിക്കും, ബിൽ കലിമത്തി, ചില വിഷയങ്ങൾ, ലാ യറാ ബിഹാ ബഅസൻ, അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്ന് അവൻ നിരീക്ഷിക്കുന്നു, അവൻ മനസ്സിലാക്കുന്നു. പക്ഷേ യഹ്വി ബിഹാ ഫിന്നാരി 70 ഖരീഫ, ആ ഒറ്റ സംസാരം കാരണമായിട്ട് അവൻ നരകത്തിൽ 70 ഖരീഫ് ദൂരത്തേക്ക് അവൻ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൻ്റെ ആഴിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നപ്പോൾ ഖുർആൻ നരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതിൻ്റെ തട്ടുകൾ, അതിൻ്റെ കവാടങ്ങൾ, അതിൻ്റെ ആഴിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. മാത്രമല്ല, അബ്വാബുഹാ മുഅല്ലഖത്തുൻ അലാ അഹ്ലിഹാ, ഖുർആൻ പരിചയപ്പെടുത്തി തരുന്ന നരകം അതൊരു ജയിലറ പോലെയാണ്, അടയ്ക്കപ്പെട്ട് കിടക്കുന്നു. നരകാവകാശികൾ പ്രവേശിച്ചതിന് ശേഷം അവർക്ക് പുറത്തുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിൽ അബ്വാബുഹാ, നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും മുഅല്ലഖത്തുൻ അലാ അഹ്ലിഹാ, നരകാവകാശികളുടെ മേൽ അടയ്ക്കപ്പെടുകയാണ്. പുറത്തു നിന്നും യാതൊരു ആശ്വാസവും അവർക്ക് ലഭിക്കുന്നില്ല. സൂറത്തുൽ ബലദ്, അലൈഹാ നാറുൻ മുഅസ്സദ, അടച്ചിടപ്പെട്ടതായ നരകമാണ് അവർക്കുള്ളത്. നാറുൻ മുഅസ്സദ, മുജാഹിദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഹിയ മുഅസ്സദ എന്ന പദമാകുന്നത് ബിലുഅത്തിൽ ഖുറൈശി, ഖുറൈശികളുടെ ഭാഷയനുസരിച്ച് അസദ്ദൽ ബാബ യഅലഖഹു, വാതിലടച്ചിടുക, വാതിൽ പൂട്ടിയിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. വഖാല മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബ്വാബുഹ, നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും മുത്തബഖത്തുൻ അലൈഹി, പൂട്ടപ്പെട്ടതാണ്. ഫലാ യുഫ്തഹു ലഹാ ബാബുൻ, ആ കവാടങ്ങൾ ഒരിക്കലും തുറക്കപ്പെടുകയില്ല. വലാ യഖ്റുജു മിൻഹാ ഖംമുൻ, അവരുടെ അസ്വസ്ഥതകൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. വലാ യദ്ഖുലു ഫീഹാ റൗഹുൻ, നരകത്തിലേക്ക് യാതൊരു ആശ്വാസവും പ്രവേശിക്കുന്നുമില്ല. എപ്പോഴാണ്?
ഈ സന്ദർഭമുണ്ടാകുന്ന നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും പൂർണ്ണമായിട്ട് അടയ്ക്കപ്പെടുകയും നരകത്തിൽ നിന്നുള്ള ഒരു വിലാപം പുറത്തേക്കും പുറത്തു നിന്നുള്ള ഒരു ആശ്വാസം ഉള്ളിലേക്കും കടക്കാത്ത സന്ദർഭം മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇതാ അജാബ് അല്ലാഹു താര മറുപടി നൽകിക്കഴിഞ്ഞാൽ അഹ്ലന്നാർ നരകത്തിൻ്റെ അവകാശികളോട് നരകത്തിൽ നിങ്ങൾ അതേ ഗുണം കെട്ടവരായിട്ട് അവിടെ കഴിഞ്ഞോടേൻ, വലാത്തു കല്ലിമൂനി എന്നോട് മിണ്ടിപ്പോകരുതേ. സൂറത്തുൽ മുഅ്മിനൂൻ 108 ആയത്ത്. സൂറത്തുൽ മുഅ്മിനൂൻ 108 ആയത്ത്. ഈ ആയത്ത്, ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം അലൈഹിം അവരുടെ കവാടങ്ങൾ മുഴുവനും അടയ്ക്കപ്പെടുന്നു. ഫലം യയ്അസിൽ ഖൗം ഇല്ലാ ബഅദ തിൽകൽ കലിമത്തി. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം പിന്നെ അവർ പൂർണ്ണമായിട്ട് നിരാശരായിട്ട് മാറുന്നു. അബ്വാബു ജഹന്നമ ഖബ്ല ദുഖൂരി അഹ്ലിഹാ യൗമൽ ഖിയാമ മുഗ്ലഖത്തുൻ. അവൻ നരകത്തിൻ്റെ അവകാശികൾ നരകത്തിൽ പ്രവേശിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശാശ്വതമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇനി നിങ്ങളാരും എന്നോട് മിണ്ടിപ്പോകരുത് എന്ന കൽപ്പന വന്നതിന് ശേഷം നരകം പൂർണ്ണമായിട്ട് അവരുടെ മേൽ അടയ്ക്കപ്പെട്ടതാണ്. എന്നതുപോലെ തന്നെ അബ്വാബു ജഹന്നമ ഖബ്ല ദുഖൂരി അഹ്ലിഹാ യൗമൽ ഖിയാമ മുഗ്ലഖത്തുൻ. നരകാവകാശികൾ നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പും അതിൻ്റെ കവാടങ്ങൾ മുഴുവനും പൂട്ടിയിടപ്പെട്ടതാണ്. സൂറത്തു സുമർ വിശദീകരിക്കുന്ന 71 ആയത്ത്. വസിഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. നമ്മൾ വിശദീകരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നരകത്തിനെ പറ്റി പ്രതിപാദിക്കുന്നു. നരകമുണ്ട് എന്ന് പറഞ്ഞു പോകുന്നില്ല. അതിൻ്റെ ഓരോ സ്വഭാവങ്ങളും അതെവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഓരോ സ്വഭാവങ്ങളും, അതിൻ്റെ തട്ടുകൾ എത്രയാണ്, അതിൻ്റെ വാതിലുകൾ എത്രയാണ്, അതിൻ്റെ ആഴം എത്രയാണ്, അതിൻ്റെ അടയ്ക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് സുദീർഘമായിട്ട് 25ലധികം നരകത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. നരകത്തിൻ്റെ കവാടങ്ങൾ മനുഷ്യർ നരകാവകാശികൾ പ്രവേശിക്കുന്നതിന് മുമ്പ് മുഅ്ലഖത്തുൻ അടയ്ക്കപ്പെട്ടതാണ്. വസിഖല്ലദീന കഫറു സത്യനിഷേധികളെ ഇലാ ജഹന്നമ സുമറാ കൂട്ടം കൂട്ടമായിട്ട് സത്യനിഷേധികളെ ജഹന്നമിലേക്ക് കൊണ്ടുവരപ്പെടുന്ന അവസരത്തിൽ ഹത്താ ഇദാ ജാഊഹാ നരകാവകാശികൾ ജഹന്നമിൻ്റെ അടുക്കലെത്തുമ്പോൾ ഫുതിഹത് അബ്വാബുഹാ അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നപ്പോൾ അതിനു മുമ്പ് കവാടങ്ങൾ അടയ്ക്കപ്പെട്ടതാണെന്നതിൻ്റെ മേലറിയിക്കുന്നു. തീർന്നിട്ടില്ല. ഫീ ദിക്രി ളുലുമാതിഹാ വശിദ്ദതി സവാദിഹാ. നരകത്തിനെ പറ്റി നാം കാവൽ തേടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ ഇരുളിനെ സംബന്ധിച്ച്, നരകത്തിൻ്റെ ഇരുട്ടിൻ്റെ കാഠിന്യതയെ സംബന്ധിച്ച് അല്ലാഹു തആല ഉദാഹരണത്തിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. സൂറത്തുൻ നൂർ 40 ആയത്തിൽ ലറബല്ലാഹു മസലൻ ലിൽ കാഫിർ, കാഫിറായ മനുഷ്യൻ്റെ ഉപമയായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു. ഔ കളുലുമാത്തിൻ ഫീ ബഹരിൻ ലുജ്ജിയ്യിൻ, സത്യനിഷേധികൾ പ്രവേശിക്കുന്നതായ നരകം ഔ കളുലുമാത്തിൻ ഇരുളുകളെപ്പോലെയാണ്. ഫീ ബഹരിൻ ലുജ്ജിയ്യിൻ ആഴമേറിയതായ സമുദ്രത്തിൻ്റെ അടിയിലുള്ളതായ ഇരുളിനെ പോലെയാണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഫഹ്വ സത്യനിഷേധിയായ അവിശ്വാസിയായ മനുഷ്യൻ യതഖല്ലബു ഫീ ഖംസിൻ മിനൽ ദുലമി 5 രൂപത്തിലുള്ള ഇരുളുകളിലായിട്ടാണ് അവൻ കഴിയുന്നത്. സത്യനിഷേധിയായ മനുഷ്യൻ 5 രൂപത്തിലുള്ള ഇരുളുകളുമായിട്ട് കഴിയുന്നു. കലാമുഹു ദുൽമാ, അവൻ്റെ സംസാരം ഇരുളാണ്. വഅമലുഹു ദുൽമത്തുൻ, അവിശ്വാസിയായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ഇരുളടഞ്ഞതാണ്. വമദ്ഹലുഹു ദുൽമത്തുൻ, അവിശ്വാസിയായ മനുഷ്യൻ്റെ സംസാരം ഇരുളാണ്, അവിശ്വാസിയായ മനുഷ്യൻ്റെ പ്രവർത്തനം ഇരുളാണ്. അവിശ്വാസിയായ മനുഷ്യൻ പ്രവേശിക്കുന്ന ഖബറും ദുൽമത്തുൻ ഇരുളാണ്. വമഖറജുഹു ദുൽമത്തുൻ, അവിശ്വാസിയായ മനുഷ്യൻ പിന്നെ ഖബറിൽ നിന്നും പുറപ്പെടുന്നതും ഇരുട്ടിലാണ്. വമസീറുഹു, അവിശ്വാസിയായ മനുഷ്യൻ്റെ മടക്കമാകുന്നത് ഇലാ ദുലുമാത്തിൻ ഇരുളുകളിലാണ്. പരിശുദ്ധ ഖുർആൻ അതേ നരകത്തിൻ്റെ ഇരുളുകളെ പരിചയപ്പെടുത്തി തരുന്നു. ഫീ ശിദ്ദത്തി ഹറ്റിഹാ,
നരകത്തിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്തിനെ ഖുർആൻ വിശദീകരിച്ചു തരുന്നു. പരിശുദ്ധ ഖുർആൻ നരകമുണ്ടെന്ന് മാത്രമല്ല, നരകത്തിൻ്റെ ചൂടിൻ്റെ കാഠിന്യത എങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരുന്നു. സൂറത്ത് തൗബ 81-ാമത്തെ ആയത്ത്. അതാ യുദ്ധത്തിന് വേണ്ടി, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാനുള്ളതായ ഓർഡർ വരുന്നു, കൽപ്പന വരുന്നു. തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാകുന്നത് കാഠിന്യമായ ചൂട് സമയത്ത്, കാഠിന്യമായ ചൂടിൽ കൂടിയുള്ള യാത്രയാണ്. ഈ സന്ദർഭത്തിൽ വഖാലൂ, അവർ പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹറ്റ്, നിങ്ങൾ ചൂടിൻ്റെ സമയത്ത് ജിഹാദിന് വേണ്ടി നിങ്ങൾ പുറപ്പെടുക. ഖുൽ നബിയെ, തങ്ങൾ പറയുക, തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര അതിശക്തമായ ചൂടാണ് എങ്കിൽ ഖുൽ, തങ്ങൾ പറയുക, നാറു ജഹന്നമ, ജഹന്നമിൻ്റെ നാറാകുന്നത് അശദ്ദു ഹർറാ, ഏറ്റവും കാഠിന്യമായ ചൂടാണ്. ലൗകാനു യഫ്ഖഹൂൻ, അവർ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നേനെ. ഞാനിതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ നരകത്തിനെ സംബന്ധിച്ച് നൽകിയതായ സൂചനകളിലേക്കുള്ളതായ ഖുർആൻ പഠനത്തിൻ്റെ ഭാഗം. ഖുർആൻ ഒരു വിഷയം വിശദീകരിച്ചാൽ സവിസ്തരം വിശദീകരിക്കുന്നു, പ്രതിപാദിക്കുന്നു. ഖുർആനിലുള്ള ഓരോ ആവർത്തനങ്ങളും പ്രത്യേകമായിട്ട് ബലാഅത്ത്, അറബി ഭാഷയുടെ സാഹിത്യം അടങ്ങിയിരിക്കുന്നു, വിഷയത്തിൻ്റെ ഗാംഭീര്യത അടങ്ങിയിരിക്കുന്നെന്ന് നാം മനസ്സിലാക്കുക. വകാനത്ത് ഗസ്വത്ത് തബൂക്ക് ഫീ ശിദ്ദത്തിൽ ഹറ്റി വഫിൽ ഹദീസിൽ കാണാം, മാ മിൻ യൗമിൻ ഇല്ലാ വന്നാറു തഖൂൽ ഇഷ്തദ്ദ ഹറ്റി വബഅദ ഖഇരി വഅദമ ജംദി അജ്ജൽ ഇലയ്യ ബിഅഹ്ലി അല്ലാഹുമ്മ ഉത്ഖിനി മിനന്നാർ എന്ന് റമദാനിൽ ദുആ ചെയ്യുന്നു. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷവും സുബ്ഹ് നിസ്കാരത്തിന് ശേഷവും അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 7 പ്രാവശ്യം നാം കാവലിനെ തേടുന്നു. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇമാം ഉസ്താദ് മിമ്പറിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നരകത്തിനെ തൊട്ട് നമ്മൾ കാവലിനെ തേടുന്നു. ഈ സമയത്തിലുള്ള പ്രാർത്ഥനകൾ വെറും ശരീരവും നാവും കൊണ്ട് മാത്രമായാൽ പോരാ, ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിലായിരിക്കണം നരകത്തിനെ തൊട്ടുള്ളതായ നമ്മുടെ ഇസ്തിആദത്ത്, കാവലിനെ തേടൽ. ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മാമിൻ യൗമിൻ, ഒരു ദിവസവും അല്ല, ഇല്ലാ വന്നാറ് തഖൂൽ, കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും നരകം പറയുന്നതാണ്, ഇഷ്തദ്ദ ഹറ്റി, പടച്ചവനെ എൻ്റെ ചൂട് കാഠിന്യമാണ്. വബഅദ ഖഇരി, എൻ്റെ ആഴം അതാ വീണ്ടും വീണ്ടും താഴോട്ട് പോകുന്നു. വഅദമ ജംദി, എൻ്റെ തീക്കനൽ അതാ അലീമായി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അജ്ജൽ ഇലയ്യ ബിഅഹ്ലി, എൻ്റെ അഹ്ലുകാരെ എന്നിലേക്ക് എത്രയും പെട്ടെന്ന് നീ ഉളരിപ്പിച്ചു തരണേ എന്നോരോ ദിവസവും അജ്ജൽ ഇലയ്യ ബിഅഹ്ലി, എൻ്റെ അഹ്ലുകാരെ എന്നിലേക്ക് എത്രയും പെട്ടെന്ന് ഉളരിപ്പിച്ചു തരണേ എന്ന് നരകം ആവശ്യപ്പെടുമ്പോൾ, ആരെങ്കിലും നരകത്തിനെ തൊട്ട് കാവൽ തേടിയാൽ നരകം അവർക്ക് തൊട്ട് അവർക്ക് വേണ്ടി ഇസ്തിആദത്ത്, അഭയം തേടും എന്ന് ഹദീസിൻ്റെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ നമ്മെ വിട്ടുപിരിയുന്ന അവസാനത്തിലേക്ക് അടുത്തതായ ഈ ദിവസങ്ങളിൽ നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ പഠനം എന്ന പേരിൽ നിങ്ങളിലേക്ക് നസീഹത്ത് നൽകുവാൻ നമ്മെ പാകപ്പെടുത്തിയതായ നമ്മുടെ ഗുരുനാഥന്മാർ, ആ ഗുരുനാഥന്മാരിൽ നിന്നും മരണപ്പെട്ടു പോയ ഗുരുനാഥന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം നൽകിയവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും
അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സേവനത്തിന് വേണ്ടി അവസരമൊരുക്കി തന്ന വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൻ്റെ ഭരണസമിതി, നാട്ടുകാർ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൽ അല്ലാഹു തആല വൈജ്ഞാനികമായ ഉയർച്ചയും സന്തോഷവും നൽകുമാറാകട്ടെ. ജവാഹിറുൽ ഉലൂം അറബിക് കോളേജിനെ സഹായിക്കുന്ന മാസവരി നൽകിക്കൊണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി ശാരീരികമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അവിടെ പഠിക്കുന്നതായ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലാഹു തആല അഭിവൃദ്ധിയും ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും നൽകുമാറാകട്ടെ. പ്ലസ് 1-നും പ്ലസ് 2-നും പരീക്ഷ എഴുതിക്കൊണ്ട് ഫലം കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിജയം നൽകി അവരുദ്ദേശിക്കുന്നതായ വിഷയങ്ങൾ എടുത്തു പഠിക്കുവാനുള്ള എല്ലാ വഴികളും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പള്ളി വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൻ്റെ ജുമാഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗം ഖബറടക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഖബറാളികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم أصلح أمة سيدنا محمد صلى الله عليه وسلم. اللهم اغفر لأمة سيدنا محمد صلى الله عليه وسلم. اللهم ارحم لأمة سيدنا محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.